ഇന്ന് പാച്ച് വർക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് പ്ലെയിൻ കളർ തുണി കുറച്ച് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള 4 കളർ തുണിയും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രിന്റഡ് തുണി നമ്മൾ ഓരോ കളറും 4 പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പ്ലെയിൻ തുണി കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പീസുകളും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഇത്രയും പീസുകൾ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ആവശ്യം പോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പ്രിന്റഡ് തുണി കട്ട് ചെയ്ത് വെച്ച് 4 കളറിൽ നിന്നും ഓരോ പീസ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പ്ലെയിൻ തുണി അയൺ ചെയ്ത് വെച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഓരോ പീസ് തുണി എടുത്തിട്ട് പ്രിന്റഡ് തുണിയുടെ 4 പീസിന്റെ മുകളിലുമായിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ പിന്ന് ഉപയോഗിച്ചിട്ട് പ്ലെയിൻ തുണിയും പ്രിന്റഡ് തുണിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു രീതിക്ക് 4 പീസും പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഓരോ പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു രീതിക്ക് 4 പീസാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അടുത്ത ഒരെണ്ണം എടുത്തിട്ട് അടുത്ത പീസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ അരികു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം 2 പീസിൻ്റെയും. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെയാണുള്ളത്. 2 പീസും ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ 2 പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഒരു പീസ് എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ അരികു ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു അരികു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെയാണുള്ളത്. ഇനി ഈ തുണി ബാക്ക് സൈഡിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കൈ വെച്ചിട്ടൊന്ന് നിവർത്തിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു രീതിക്ക് ഒരു പീസാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ളതും ഇതുപോലെ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് ഇവിടെ 3 പീസും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് 4 പീസാണ് വേണ്ടത്. ഇനി ഈ റെഡി ആയിട്ടുള്ള തുണികൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ വേറെ 4 പീസ് തുണികൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെയാണ് ഇതും കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് 4 ഭാഗത്തുകൂടി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്രീം തുണിയുടെ അരികു ഭാഗം ഈ ഒരു രീതിക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ആ ഒരു ക്രീം കളർ തുണിയുടെ അരികു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുള്ള തുണിയുടെ അരികു ഭാഗം ഈ ഒരു ക്രീം കളർ തുണിയുടെ ഉള്ളിലേക്ക് എന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി അവിടുന്ന് തന്നെ അടുത്തൊരു അരികു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതുപോലെ നമ്മൾ അടുത്തൊരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ള അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഇവിടെ നമ്മളിതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ആ ഒരു രീതിക്ക് നമ്മൾ ബാക്കിയുള്ള 3 പീസിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 4 പീസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതാ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ആദ്യം നമ്മൾ പ്ലെയിൻ തുണി കോണ് പോലെ മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി താഴെയുള്ള തുണിയുടെ ഓരോ പീസിൻ്റെയും ഉൾഭാഗത്തേക്കായിട്ട് പ്ലെയിൻ തുണി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു രീതിക്ക് ബാക്കിയുള്ള 3 പീസിൻ്റെ ഉൾഭാഗത്തായിട്ട് പ്ലെയിൻ തുണി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് 4 പീസും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്യുന്ന ഒരരികു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി കൊടുക്കാം. ഇതാ ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമ്മൾ അടുത്ത 2 പീസും സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ജോയിൻ്റ് ഭാഗങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, സെൻറ്ററിലുള്ളത്. അതിനുശേഷം മാർക്ക് ചെയ്യുന്ന അരികു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയാണിത്. നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു പീസ് തുണി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉൾഭാഗത്തായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം, 4 അരികു ഭാഗത്തൂടി. അപ്പം അങ്ങനെ നമ്മൾ ഉൾഭാഗത്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലെയിൻ ആയിട്ടുള്ള തുണിയുടെ അരികു ഭാഗത ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ആ ഒരു രീതിക്ക് ബാക്കിയുള്ള അരികു ഭാഗങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഉൾഭാഗവും നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാച്ച് വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കുഷ്യൻ കവർ, ബെഡ് സ്പ്രെഡ്, ഫ്ലോർ മാറ്റ്, അതുപോലെ ടേബിൾ മാറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. ഞാനിന്ന് ടേബിൾ മാറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് നോൺ വെൻ ഫാബ്രിക് ആണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് 4 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ 4 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് കാണാനായിട്ട് ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ 4 അരികു ഭാഗത്തൂടെയും ബോർഡർ സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ടുള്ള 4 പീസ് തുണികൾ നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ പാച്ച് വർക്ക് വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് അനുസരിച്ചിട്ട് വേണം നമ്മുടെ ഈ ചാനലിൽ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസുകൾ ഉൾപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് ടേബിൾ മാറ്റാണ്. ഈ ഒരു ടേബിൾ മാറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.